ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതാകണ്ടില്ല, ചെറിയൊരു ബൗളിനകത്ത് കുറച്ച് മോസ് ആണുള്ളത്. മോസ് എന്ന് പറയുമ്പോൾ അക്വേറിയത്തിലൊക്കെ വെക്കുന്ന ടൈപ്പ് മോസാണ്, ജാവാമോസ് എന്ന് പറയും. ഇത് ഞാൻ ചെറിയൊരു പാറയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മോസാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചതല്ല, ഇത് നമ്മൾ പോയി കളക്ട് ചെയ്തതാണ്. കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിൽ പോയി അരുവിയിൽ നിന്ന് ചെറിയ പാറയിലും അതുപോലെ തന്നെ തടിയിലും ഒക്കെ വളർന്നു നിൽക്കുന്ന ഈ മോസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെറിയൊരു അഡ്വഞ്ചറിനൊക്കെ പോയി ഒരു ചെറിയൊരു കാട്ടിൽ ഒരു അരുവിക്കോടൊക്കെ പോയിട്ടാണ് ഇത് കളക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കളക്ട് ചെയ്തതിൻ്റെ ആ ഒരു അഡ്വഞ്ചർ കണ്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു അഡ്വഞ്ചർ ആദ്യം കണ്ടിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെറിയൊരു അരുവിയുടെ സൈഡിൽ കൂടെ നടക്കാം കേട്ടോ. കണ്ടില്ലേ, ഒരു അരുവിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരാൻ കാരണം നമ്മൾ ഒരു മോസ് തപ്പി വന്നതാണ്, ജാവാമോസ് തപ്പി വന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ തോട്ടിലും ചെറിയ അരുവിയിലൊക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തപ്പി ഇറങ്ങും കേട്ടോ നമ്മൾ. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ വഴിയൊന്ന് പോയി നോക്കാം. ഞങ്ങളും ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ ചെറിയ തോടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനത്തെ ആയിക്കോട്ടെ. വീട്ടിലൊന്നല്ലോ കേട്ടോ. ഫുള്ള് ഓസാണ്, ഓസോടോസാണ് ഇത്, ഫുൾ ഓസ്. കൊള്ളാല്ലേ, സ്ഥലം പൊളിയാ. അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണം, അതായത് തെന്നുമായിരിക്കും അല്ലേ. ഇതുവഴി പോവാം. തെന്നി പറഞ്ഞ് വീടല്ലേ. ഓസ് വെറുതെ ചെത്തിട്ട് വെള്ളം പോകുന്നു. അതെവിടുന്ന ആണോ? ഒരു മരം ഉണ്ടോ? അത്ര ഉള്ള ചെറിയ മരം. ഇതൊക്കെ മുഴുവൻ ഏല കേട്ടോ.
ഇതാണ് ഏലം. എൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏലം കണ്ടിട്ട് അവൻ മേളിലോട്ട് ഇവിടെ ഇവൻ്റെ കായ എവിടെ ഉണ്ടാകുന്നത് മരമാണെന്ന് വിചാരിച്ചു. ആ ഈ കല്ലിന് ഞങ്ങൾ പണ്ട് ചെറിയ ഇങ്ങനെ തോട്ടിക്കൂടെ ഇറങ്ങിയിട്ട് കല്ലൊക്കെ മാറ്റി ഞണ്ടിരി പിടിക്കുക ചെറുപ്പത്തിൽ. ഇതിപ്പോൾ ഫ്രഷ് വാട്ടർ ആയതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം ഞണ്ട് കിട്ടുമോ ഇവിടെ. ഈ ഏലത്തിന് മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പണി പോകണം, അതേ ഉള്ളൂ. ഒരു മരം ഇത്ര വലിയ മോട്ടോർ വരെ കേട്ടോ അത്. എൻ്റെ പൊന്നെ അങ്ങോട്ട് വലിയ നിറച്ച് മണല്, അടിപൊളി. എന്തേ കുറച്ച് മണല് വരുന്നോ? നല്ല മുഴുത്തൊരു പാറയാണല്ലോ. എടാ തന്നെ വീടല്ലേ, പോകുന്ന പോക്കൊക്കെ കൊള്ളാം. നമ്മളിപ്പോ അത്യാവശ്യം നല്ലോണം ദൂരം മേലോട്ട് കയറി അല്ലേ? അത്ര ചെറിയ മീനുണ്ടല്ലോ, മണലാരൻ, നെറ്റിയെപ്പൊന്നൻ ഇവരൊക്കെ പറയുന്നത്. ഈ ഒരു പാറ മുഴുവൻ മോസാ. എന്ത് മോസാന്നറിയില്ല. ഇതെന്നാ സാധനം ഇത്? എടാ അത് ഇവിടെ ഈ തോട്ടി മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നത്, വേറൊരു കാണത്തില്ല. ശരിയാണല്ലോ, അത് ചോട്ടിലൊരു ഓസ് മാറ്റാം. ഇതെന്നാ സാധനം ഇത്? കൈതച്ചക്കയോ? ചോട്ടിലുണ്ടാകുന്ന കൈതച്ചക്കയോ? ഇതല്ലോ വിഷമുള്ള സാധനമാണോ? കഴിച്ചല്ല, ഇതെന്തോ ഈ തോട്ടി മാത്രമേ അങ്ങനെ കാണുള്ളൂ. നമ്മളെല്ലാ തോട്ടിലും അങ്ങനെ കേട്ടൊന്നും കാണത്തില്ല. ഇത് എന്തുവാ? പിഗോ? പേരക്കയോ? എന്തോ ഒരു കായ, ഒരു വലിയ മരമൊക്കെ ഉണ്ട് അതിൻ്റെ കാവില്. തിന്നരുത് കേട്ടോ, കണ്ട കായൊക്കെ പിടിച്ച്. ഇവിടെ ഫുള്ള് ഓസാട്ടോ. ഈ ഓസിൻ്റെ ഒരു ഭംഗിക്കുറവേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിപൊളി. അതുപോലെ ആ കാണുന്ന വലിയ പാറയുടെ അടിയിലോട്ട് നമുക്ക് പോവാം. എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങാം. തിരിച്ച് നടക്കാൻ കഴിയല്ലേ? പശുവാണോ അതോ കാട്ടുപന്നിയാണോ? ഇതുകൂടെ കാട്ടുപന്നി കുത്തിയിടാ. കൊള്ളാല്ലേ, കാട്ടുപന്നിക്ക് രാത്രി മുഴുവൻ പണിയാ, നൈറ്റ് ഡ്യൂട്ടിയാ. ഇതും അവിടെ ഉണ്ട്. ആ കാട്ടുപന്നി നിന്നെ തീർക്കുക. ആദ്യം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുക നോക്കിയാൽ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ഈ മേളിൽ വരെ എത്തി. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് പോലെ ഒന്നും നമ്മൾ നിന്നു. മേളിലോട്ട് അങ്ങോട്ട് കയറി പോകത്തില്ല, അവിടെ ഫുൾ ഓസൊക്കെയാണ്, പിന്നെ കയറാൻ പറ്റാത്ത രീതിയിലുള്ള പാറയൊക്കെയാണ്. എന്തായാലും ഇവിടം വരെ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് നാളായി ഇങ്ങനെ ചെറിയ തോട്ടിക്കൂടെ നടന്നിട്ട്. തോട് വേണം, ക്രീക്ക് എന്ന് പറയാം, ചെറിയ അരുവി.
കാട്ടരുവി. കാടാണ്, ഏലക്കാടാന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ ഞാൻ നിൽക്കുന്നിടത്ത് ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. നീല. അപ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ നീല പൂക്കളൊക്കെ ഉണ്ട്. എന്താ നീലക്കൊടുവേലിയൊന്നും അല്ല. ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ മേളിലോട്ട് കയറിയിട്ട് അതുവഴി എങ്ങാണ്ട് വഴിയുണ്ടെന്നാണ് നമ്മുടെ ക്രിസ്ത്യ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്നാലും കയറിപ്പോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ നമ്മൾ വേറൊരു വലിയ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോയത് കേട്ടോ. ആ വീഡിയോ എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വീഡിയോ ഇച്ചിരി ലോങ് വീഡിയോ ആയി. അതെന്തായാലും അടുത്ത വീഡിയോയിലായിരിക്കും ആ വെള്ളച്ചാട്ടത്തിൽ പോയതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഈ അരുവിയിൽ നിന്ന് കളക്ട് ചെയ്തത് ജാവാമോസ് എന്ന് പറഞ്ഞ സാധനമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ ജാവാമോസ് അത്ര നന്നായിട്ട് വളരുകയില്ല. ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള, ഇച്ചിരി ഡെലിക്കേറ്റ് ആയിട്ടുള്ള മോസ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി സ്റ്റിൽ ആയിട്ടുള്ള വാട്ടറിൽ, അല്ലെങ്കിൽ ഇച്ചിരി എന്താ പറയുന്നത് കാമായിട്ടുള്ള വാട്ടറിലാണ് ഈ സാധനം നന്നായിട്ട് വളരാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഹാബിറ്റാറ്റ് ഇതിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ ബൗളിനകത്ത് കൊണ്ട് വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് വളരുന്നതാണ് തോന്നുന്നത്. ഈ ജാവാമോസിന് വളരെ ചെറിയ, എന്ന് പറയുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ, അതുപോലെ ചെറിയ ഓവൽ ഷേപ്പിലുള്ള ഇലകളാണുള്ളത്. പിന്നെ ഒരു തണ്ടിങ്ങനെ വന്നിട്ട് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രാഞ്ചസ് പോകും, ഇറഗുലർ ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേനും ഇത് സംഭവം അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ട്, ഇത് വേറെ എന്തെങ്കിലും സാധനമാണെന്നൊക്കെ തോന്നുന്നുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ചിലപ്പോൾ ഒരു സാധനം പോലെ തന്നെ വേറെ സാധനം ഉണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്തേക്കുന്നത് ഈ മോസാണ്. പിന്നെ അവിടുന്ന് വേറെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അക്വേറിയത്തിൽ വെക്കാൻ പറ്റിയിട്ട്. ഇപ്പോൾ റോക്കുകളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഡ്രിഫ്റ്റ് വുഡും ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും ഡ്രിഫ്റ്റ് വുഡൊന്നും ഒരുപാട് കളക്ട് ചെയ്യാൻ പറ്റിയില്ല, നമ്മളൊരു ബൈക്കിനാണ് പോയത്, നമ്മളൊന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനി വേറൊരു വീഡിയോയിൽ നമ്മൾ എന്തായാലും അതെല്ലാം ചെയ്യുന്നുണ്ട്, ഡ്രിഫ്റ്റ് വുഡ് കളക്ട് ചെയ്യുന്നതൊക്കെ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് നേരെ പോയ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യങ്ങളാണ്. ഇച്ചിരി കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ആ വെള്ളച്ചാട്ടത്തിലോട്ടുള്ള ഒരു ജേണി. അവിടെ ചെന്നിട്ട് നമ്മൾ അത്യാവശ്യം എന്തായാലും അടുത്ത വീഡിയോ കാണാം അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ മോസ് ഹണ്ടിങ്ങിൻ്റെ അഡ്വഞ്ചർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെയാണ് സ്ഥിരം പല്ലവി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വെള്ളച്ചാട്ടം കാണാൻ പോയ അഡ്വഞ്ചേഴ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.